ഇന്ന് നമുക്കൊരു സിമ്പിൾ ലഞ്ചാണ്. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ലഞ്ചിൻ്റെ കറികൾ. അപ്പോൾ ചോറ്, കുത്തരിച്ചോറ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു രസം ഉണ്ടാക്കണം. പിന്നെ ദാ ഈ കുമ്പളങ്ങ വെച്ചിട്ടൊരു ഓലൻ ഉണ്ടാക്കണം. അപ്പോൾ രസം ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രസമാണ്. ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4 ചുവന്നുള്ളി, ഒരു പകുതി കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5, 6 വെളുത്തുള്ളി അല്ലി. പിന്നെ ഇത് കുരുമുളകും ജീരകവും കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഈ കുരുമുളകും ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചുവന്നുള്ളിയും കൂടി ചതച്ചെടുക്കണം. അപ്പോൾ അത് എടുത്തിട്ട് വരാം. ഇത് നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. കുരുമുളകും ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി. ഇത് ഇനി നമുക്ക് കടുക് വറുത്തിട്ട് ഇത് ആദ്യം ഇട്ട് കൊടുക്കാം. അത് പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കടുക് വറുത്തിട്ട് നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ തക്കാളിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഒരുപാട് വെന്തുടയണ്ട, ഇങ്ങനെ മതി. ഇനി നമുക്ക് പൊടിവകകൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്. അപ്പം 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കായം ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് ഞാൻ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് പിഴിഞ്ഞിട്ടുണ്ട്. പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി. ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇച്ചിരി പഴുത്തു പോയി. അപ്പോൾ ഇനി ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓലൻ റെഡിയാക്കാം. അപ്പോൾ കുമ്പളങ്ങ നമ്മൾ ഒരു 1/4 ഭാഗം കുമ്പളങ്ങ, ഇതിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഒരു 3 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ചെയ്യുന്ന ഓലനായതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ വൻപയറോ മത്തങ്ങയോ ഒന്നും ഇടുന്നില്ല. ഈ കുമ്പളങ്ങയും പച്ചമുളകും തേങ്ങാപ്പാലും മാത്രമേ ഉള്ളൂ. അസാധ്യമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിനെ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ഒരു ചെറിയ ചൂട് വെള്ളം എടുത്തിട്ട് 1.5 സ്പൂൺ നമ്മുടെ KLFൻ്റെ കൊക്കോ പൗഡർ, അതായത് കോക്കനട്ട് പൗഡർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതായത് വേഗം വെച്ചിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി കട്ടിപ്പാലും കൂടെ ഒഴിച്ചിട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വാങ്ങി വയ്ക്കാം. നമ്മുടെ ഓലൻ്റെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറേ വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് കട്ടി തേങ്ങാപ്പാലും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വാങ്ങിയെടുക്കാം. അപ്പോൾ കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കാം. അതിനായിട്ട് ഞാൻ നല്ല 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ. അതിൽ 1 സ്പൂൺ നമ്മുടെ കോക്കനട്ട് പൗഡർ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി വലുതായിട്ട് തിളയ്ക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഓലൻ റെഡി ആയിട്ടുണ്ട്. അത് വാങ്ങി വെച്ചു. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. ആവശ്യത്തിന് ഉപ്പുണ്ട്, ആവശ്യത്തിന് എരിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക കിച്ചടിയും കൂടെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ സിമ്പിൾ ലഞ്ചല്ലേ, 1 അവറിലുള്ള ലഞ്ചാണ്. രസം റെഡിയായി, ഓലൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്നൊരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം. കുറച്ച് വെണ്ടയ്ക്കയും 1 സവാള, 4 പച്ചമുളക് കൂടെ കീറിയിട്ടിട്ടുണ്ട്. കടുക് വറുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് നമ്മൾ വെണ്ടയ്ക്കയും സവാളയും അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ മെഴുക്ക് പുരട്ടിയാക്കി എടുക്കണം. അപ്പോൾ അതിന് ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വെച്ച് ഇങ്ങനെ ഇടയ്ക്ക് കൊടുക്കുക. പെട്ടെന്ന് ആയിക്കോളും. വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുഴഞ്ഞു പോകും. നമ്മുടെ 1 മണിക്കൂർ കൊണ്ട് ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുത്തരിച്ചോറ്, നേരത്തെ തയ്യാറാക്കിയ രസം, അതായത് ഓലൻ, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ ഞാൻ ഇതൊരു മുട്ട ചിക്കി എടുക്കത്തില്ലേ, അതാണ്. പിന്നെ ഒരു മുളക് വറുത്തതുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.